പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗോവിന്ദന് മുഖ്യമന്ത്രിയാകണമെന്ന് താല്പര്യം ഉണ്ടാവുമല്ലോ, പാർട്ടി സെക്രട്ടറി അല്ലേ, സ്വാഭാവികമല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ അല്ലെങ്കിൽ പിന്നെ എപ്പോഴും പേര് വരുന്ന ഒരാളാരാണ്? കെ ശൈലജയാണ്. അപ്പൊ കെ ശൈലജയെ ഒതുക്കി. ആദ്യം കെ ശൈലജയെ വെട്ടി. കെ ശൈലജയ്ക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തതേ ഇല്ല. പിന്നെ കെ ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു വരണമല്ലോ. അവിടെ ഉണ്ടല്ലോ ഗോവിന്ദൻ അപ്പുറത്തും ഉണ്ടല്ലോ, കേന്ദ്രത്തിലും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പേരാവൂരിൽ വേണമെങ്കിൽ മുമ്പ് ജയിച്ചിട്ടും തോറ്റിട്ടും ഒക്കെ ഉള്ള സ്ഥലമല്ലേ. അപ്പൊ വേണമെങ്കിൽ അവിടെ പോയി നിവൃത്തികേട് കൊണ്ട് ഗതികേട് കൊണ്ട് പേരാവൂരിൽ പോയി. കാരണം ഉറപ്പുള്ള സീറ്റല്ല അത്. ഉറപ്പുള്ള സീറ്റ് ഭാര്യയ്ക്ക് കൊടുത്തു, ശ്യാമളയ്ക്ക് കൊടുത്തു, തളിപ്പറമ്പ്. അപ്പൊ ഇനി തളിപ്പറമ്പിൽ UDF വേണമെങ്കിൽ മറ്റേ ആന്തൂർ സാജനില്ലേ, സാജന്റെ ഭാര്യയോ മറ്റോ കൊണ്ടുപോയി ശ്യാമളക്കെതിരെ നിർത്തണം അല്ലേ? നല്ല നിർദ്ദേശമല്ലേ? അപ്പൊ ഇങ്ങനെ ശ്യാമളയെ മന്ത്രിയാക്കുക, ഗോവിന്ദൻ സെക്രട്ടറി ആയിട്ട് തുടരുക. നല്ല ഒന്നാം തരം ആശയമാണ് അത്. അപ്പൊ പയ്യന്നൂരിൽ ഒരു പ്രശ്നമുണ്ട്. ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ മധുസൂദനെ അവിടെ തന്നെ മത്സരിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.